ശബരിമലയിൽ നിന്ന് വിലപിടിപ്പുള്ള എന്തെല്ലാം മോഷ്ടിച്ചിട്ടുണ്ടാവാം. നേരിട്ട് ഉത്തരവാദിത്തമുള്ള ദേവസ്വം ബോർഡിന് അറിയില്ല, ദേവസ്വം മന്ത്രിക്കോ സർക്കാരിനോ അറിയില്ല. ശബരിമലയിലെ കാര്യങ്ങൾ പ്രത്യേകം നിരീക്ഷിക്കുന്ന ഹൈക്കോടതിക്കും അറിയില്ല. 2019 ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ തിരിച്ചു വന്നപ്പോൾ എന്തേ തൂക്കത്തിൽ 4 കിലോ കുറവുണ്ടായി എന്ന് 2025 സെപ്റ്റംബർ 10 കേരള ഹൈക്കോടതി ചോദിക്കുന്നതുവരെ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കണക്ക് പറയേണ്ടവരെല്ലാം ഞാൻ നിരപരാധിയാണ്, അന്വേഷണം നടക്കട്ടെ, സത്യം പുറത്തു വരട്ടെ എന്നെല്ലാം പറഞ്ഞ് എന്നെ കണ്ടാൽ കിണ്ണം കെട്ടം തോന്നുമോ എന്ന് ചോദിക്കുകയാണ്. ഓടരുതമ്മാവ ആളറിയാമെന്നതാണ് സത്യം. ഒരു പോറ്റി മാത്രം വിചാരിച്ചാൽ ഇത്രയും കടത്താനാവില്ലെന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ട കൊള്ളക്കാരുടെ ഒരു സംഘം തന്നെ ഉണ്ടെന്നും കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളായ ഗുരുവായൂർ, ചോറ്റാനിക്കര, ഏറ്റുമാനൂർ, വൈക്കം, തൃപ്പൂണിത്തുറ, കൂടൽമാണിക്യം എന്നിവിടങ്ങളിലെല്ലാം ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്നും SNDP നേതാവ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതാണ് സാധാരണക്കാരുടെ എല്ലാം മനസ്സ്. അതുകൊണ്ട് ദേവസ്വം ബോർഡ് ഭരണം IAS-കാരെ ഏൽപ്പിക്കണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. രാഷ്ട്രീയക്കാർക്കെല്ലാം ഇതിൽ പങ്കുണ്ടെന്നല്ലേ അതിനർത്ഥം? തട്ടിപ്പ് വിവരം സർക്കാർ അറിഞ്ഞില്ലെങ്കിലും ബോർഡ് അറിയണമായിരുന്നുവെന്ന് CPM-കാരനായ മുൻ ദേവസ്വം മന്ത്രി G. സുധാകരൻ പറഞ്ഞതിനോട് ആർക്കാണ് വിയോജിക്കാനാവുക? സർക്കാർ കണക്കനുസരിച്ച് പ്രതിവർഷം 255 കോടി രൂപ വരുമാനമുണ്ടാക്കുന്ന തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. ശബരിമലയിൽ ഉണ്ടാകുന്ന വരുമാനം അതിലും എത്രയോ കോടി കൂടുതലാകുമെന്ന് ജനം ഇപ്പോൾ സംശയിക്കുന്നു. തട്ടിപ്പുകളുടെ കേന്ദ്ര കഥാപാത്രമായി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നയാൾ മാറുന്നു. പോറ്റിയുടെ ഭൂതകാലം സംശയാസ്പദമാണെന്ന് കോടതി നിരീക്ഷിച്ചു. ശബരിമലയിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞും ശബരിമലയിലെ എല്ലാ കാര്യത്തിലും പോറ്റി ഇടപെട്ടു. ആരും തടഞ്ഞില്ല. ചെന്നൈയിലെ സ്മാർട്സ് ക്രിയേഷൻ സ്വർണം പൂശിയ വസ്തുവകകൾക്ക് കൊടുത്തിരിക്കുന്ന 40 വർഷത്തെ വാറന്റി പോറ്റിയുടെ പേരിലാണ്. 1998 ശബരിമല ക്ഷേത്രത്തിൽ സ്വർണം പതിച്ചത്. ഈ പ്രവൃത്തി വഴിപാടായി നടത്തിയ കർണാടകത്തിലെ വിജയ് മല്യയുടെ UB ഗ്രൂപ്പിന്റെ കണക്കനുസരിച്ച് 30.291 കിലോഗ്രാം സ്വർണം ഉപയോഗിച്ചിട്ടുണ്ട്. ദ്വാരപാലക ശില്പങ്ങൾ പൊതിയാൻ 1.564 കിലോ സ്വർണം ഉപയോഗിച്ചെന്നും അവരറിയിച്ചു. വിജയ് മല്യ ഇതിനായി 18 കോടി രൂപ ചെലവഴിച്ചു. VGK മേനോനായിരുന്നു ദേവസ്വം പ്രസിഡന്റ്. 20 വർഷത്തിന് ശേഷം 2019 ജൂലൈ 7 ദേവസ്വം ബോർഡ് ശ്രീകോവിലും വാതിലുകളും ദ്വാരപാലക വിഗ്രഹങ്ങളും അറ്റകുറ്റപ്പണിക്ക് വിധേയമാക്കാൻ തീരുമാനിച്ചു. വിഗ്രഹത്തിന്റെ ചെമ്പുപാളി എന്നാണ് ഉത്തരവിലുള്ളത്. 1.564 കിലോ സ്വർണം പതിപ്പിച്ച പാളിയാണ് ചെമ്പുപാളി എന്ന് ബോർഡ് പറയുന്നത്. ഇതിനായി ചെന്നൈയിലെ സ്മാർട്സ് ക്രിയേഷൻസിലേക്ക് ദ്വാരപാലക ശില്പങ്ങളുടെ മേൽപ്പാളി കൊണ്ടുപോകാൻ ബോർഡ് നിയോഗിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ. ഇത് സംബന്ധിച്ച് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ VS രാജേന്ദ്ര പ്രസാദ് 2019 ജൂലൈ 19, 20 തീയതികളിൽ തയ്യാറാക്കിയ മഹസറിൽ ഇതിനായി ഉപയോഗിച്ച സ്വർണത്തിന്റെയോ ചെമ്പിന്റെയോ അളവോ ഗുണമോ സംബന്ധിച്ചൊന്നും പറയുന്നില്ല. ചെമ്പുപാളികൾ എന്ന് പറയുന്നുണ്ട്. എന്തേ ഇങ്ങനെയൊക്കെ നടന്നുവെന്ന് അക്കാലത്തെ പ്രസിഡന്റ് A. പത്മകുമാർ പറയുന്നില്ല. അന്വേഷണം വരട്ടെ എന്നാണ് വെല്ലുവിളി. സന്നിധാനത്തെ രേഖയിൽ പറയുന്ന പാളിക്ക് തൂക്കം 42.8 കിലോ എന്നാണ്. ചെന്നൈയിൽ തൂക്കിയപ്പോൾ 38.258 കിലോ മാത്രം. സ്വർണം പൂശിയപ്പോൾ 38.653 കിലോഗ്രാമായി. ചെന്നൈയിലെ സ്ഥാപനം പുതിയ പാളികളാണ് സ്വർണം പൂശി നൽകുക. അത് അവരുടെ നയമാണ്. എങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുപോയവ എവിടെ? പോറ്റി പറയുന്നില്ല, മറ്റാർക്കും അറിയില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള വിവരം. അന്വേഷണം വരട്ടെ, സത്യം തെളിയട്ടെ. എത്ര ലാഘവത്തോടെയാണ് ഇവരെല്ലാം പറയുന്നത്. സത്യം തെളിയിക്കുകയോ പ്രതികൾ ശിക്ഷിക്കപ്പെടുകയോ ഇല്ലെന്ന് അവർക്ക് തീർച്ചയുള്ളതുപോലെയല്ലേ സമീപനം. ഇതുവരെയുള്ള കേരള ചരിത്രത്തിലെ ഏറ്റവും ഭീമമായ തട്ടിപ്പായിരുന്നല്ലോ ലാവ്ലിൻ അഴിമതി. വലിയ ബഹളം ഉണ്ടാക്കി, കേസ് CBI അന്വേഷിച്ചു. അവസാനം ഒരു CBI കോടതി പിണറായി വെറുതെ വിട്ടു. ലാവ്ലിൻ കേസ് 10 വർഷമായി സുപ്രീം കോടതിയിലാണ്. CBI ആണ് കേസ് നീട്ടിക്കൊണ്ടുപോകുന്നത്. CBI അന്വേഷിച്ചതുകൊണ്ട് ഒരു വ്യത്യാസവും ഇല്ല. അന്വേഷണ സംഘം കണ്ടെത്തുന്ന കുറ്റവാളികൾ ആരായാലും അവരെ നിയമിക്കുന്ന സർക്കാരിനും ദേവസ്വം ബോർഡിനും ഈ കൊള്ളയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈകഴുകി രക്ഷപ്പെടാനാവില്ല. ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണ്ണപ്പാളുകൾ തട്ടിച്ചതുകൊണ്ടുണ്ടായിരിക്കുന്ന സാമ്പത്തിക നഷ്ടം 50 പവൻ സ്വർണമാണ്. അതിന്റെ വിലയുടെ എത്രയോ ഇരട്ടിയാണ് വിശ്വാസികളിൽ ഉണ്ടായിരിക്കുന്ന സംശയമുണ്ടാക്കുന്ന ദുരന്തം. ഇതെല്ലാം കാണുമ്പോൾ സർക്കാർ പറയുന്ന ചർച്ച് ആക്ട് വന്നാൽ പള്ളികളുടെ സ്വത്തും ഇങ്ങനെ കൊള്ളയടിക്കപ്പെടില്ലേ എന്ന സംശയം ചർച്ച് ആക്ട് വേണമെന്ന് കരുതുന്നവരിൽ പോലും ഉയരുന്നു.